നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. വളാഞ്ചേരി തിണ്ടലത്ത് ഗുരുതരാവസ്ഥയിൽ ഉള്ള രോഗിയെ കൊണ്ടുപോകുന്നതിനിടെ കാർ ചെളിയിൽ കുടുങ്ങി രോഗി മരിച്ചു. നെഞ്ചുവേദന വന്ന രോഗിയുമായി പോയ കാറാണ് മഴയെ തുടർന്ന് KNRCയുടെ മണ്ണെടുപ്പ് മൂലം ചെളി നിറഞ്ഞ പാതയിൽ കുടുങ്ങിയത്. കരേക്കാട് സ്വദേശി സൈദാലിയാണ് മരിച്ചത്. കൊണ്ടോട്ടി കൊട്ടപ്പുറത്ത് നിർത്തിയിട്ട കാറിന് പിറകിൽ ഗുഡ്സ് ഓട്ടോ ഇടിച്ച് ഡ്രൈവർക്ക് പരിക്ക്. പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർക്ക് തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ പ്രാഥമിക ചികിത്സ നൽകി. വാഹനത്തിൽ കടത്തിയ 15 ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി യുവാവ് പിടിയിൽ. കോഴിക്കോട് കൊടുവള്ളി സ്വദേശി മണ്ണിൽക്കട നൌഫലാണ് പോലീസിന്റെ പിടിയിലായത്. ഡാൻസ് ഓഫിന്റെ സഹായത്തോടെ തിരൂരങ്ങാടി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. ഏഴൂർ സ്വദേശിയായ യുവാവിനെ സംഘം ചേർന്ന് കുപ്പികൊണ്ട് കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഏഴൂർ സ്വദേശികളായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊന്നാത്ത് മുനീർ, കാവുങ്ങപ്പറമ്പിൽ സലീം, കൊട്ടച്ചോലപ്പറമ്പിൽ സുബീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മുൻവൈരാഗ്യത്തെ തുടർന്നുണ്ടായ തർക്കമാണ് അക്രമത്തിനു കാരണം. പുഞ്ചപ്പാടത്ത് വീടുകയറി ആക്രമണം നടത്തിയ കേസിൽ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 പേരെ ഇനിയും പിടികിട്ടാനുണ്ട്. വെണ്ണക്കാട് ഷിബു, തോട്ടത്തിൽ വിഷ്ണു, കൊച്ചേരിൽ ജെയ്സൺ, കോവിലിങ്കൽ വിപിൻ, കൈതക്കുളം സജിത്ത്, മുറിച്ചിറ രാഹുൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഗോകുലും മുബഷിറും പുഞ്ചപ്പാടത്തുള്ള ശ്രീകുട്ടന്റെ വീട്ടിലിരിക്കുമ്പോഴായിരുന്നു അക്രമികളെത്തി ഗോകുലിനെ മർദ്ദിച്ചത്. ശക്തമായ കാറ്റിൽ ചീനിമരം കട പുഴകി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. ചെരണിയിലെ പൊതുമരാമത്ത് വിശ്രമ കേന്ദ്രത്തിനു സമീപത്തെ ചീനിമരമാണ് കോഴിശ്ശേരി വീട്ടിൽ മുസ്തഫയുടെ വീടിന് മുകളിലേക്ക് വീണത്. വീടിന്റെ മുകളിലെ ഓടിട്ട ഭാഗം തകർന്നു. ആർക്കും പരിക്കില്ല. ശക്തമായ ഇടിമിന്നലിൽ പൊന്നാനി MLA റോഡിൽ വീടിന് നാശനഷ്ടം. വീടിന്റെ പിൻവശത്തെ ചുമർ തകരുകയും അടുക്കളയിലെ ടൈൽ ഉൾപ്പെടെ പൊട്ടുകയും ചെയ്തു. MLA റോഡിലെ കണ്ണഞ്ചേരി അഭിലാഷിന്റെ വീടിനാണ് കേടുപാട് സംഭവിച്ചത്. കിണറിലെ പാറ പൊട്ടിക്കാനായി സ്ഫോടനം നടത്തുന്നതിനിടെ പുറത്തേക്ക് കയറാനാവാതെ വീണ് ഒരാൾ മരിച്ച സംഭവത്തിൽ തമിഴ്നാട് സ്വദേശികളായ 2 പേർ അറസ്റ്റിൽ. സംഘത്തിലുണ്ടായിരുന്ന തഞ്ചാവൂർ മുട്ടിപ്പേട്ട ബാലൻ, ധർമ്മപുരി രാംദാസ് ദണ്ഡ് ചന്ദ്രൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സേലം സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.